നമസ്കാരം. നമസ്കാരം. പുലർക്കാലത്തിലേക്ക് സ്വാഗതം. ഇന്ന് ബുധനാഴ്ച. ലക്കി കളർ ഗ്രീൻ ആണ്. പറയാൻ കാരണം ഒരു ഗ്രീൻ ഇറ്റ് ഗിവ്സ് എ ഗുഡ് സൈൻ ടു സ്റ്റാർട്ട് എവരിതിങ്. പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒന്നാണ്. കാരണം നമ്മളിപ്പോൾ ജീവിതത്തിൽ എന്ത് ഘട്ടങ്ങൾ വന്നാലും, ഒരു ഫെയിലിയറോ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ വന്നാലും അതിനെ മറികടക്കണമെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ വേണം. ഒരു പെർസിസ്റ്റൻസ് ആവശ്യമാണ്. ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഒരു ത്വര വേണം. അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ അതിനൊരു ചെറിയ ടിപ്പാണ് ഈ പറയുന്നത്. ഒന്ന് അല്പം ലക്കി ആകാനായിട്ട് ബുധനാഴ്ചകളിൽ ഗ്രീൻ കളർ നിങ്ങൾക്ക് ലക്കിയാണ്. തോട്ട് ഓഫ് ദി ഡേ. ഇന്ന് പലതരത്തിലുള്ള സിറ്റുവേഷൻസാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഏത് വ്യക്തിക്കും, ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ ഒരു സിറ്റുവേഷനെ നമ്മൾ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് സന്തോഷം തരുമെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ മോശപ്പെട്ട ഒരുപാട് സിറ്റുവേഷൻസ്, ഒരുപാട് എക്സ്പീരിയൻസ് ആണ് നമുക്ക് നൽകുന്നത്. ആ എക്സ്പീരിയൻസ് ആണ് മോശപ്പെട്ട അവസ്ഥകൾ നൽകുന്നത്. വളരെ പ്രയാസപ്പെട്ട സിറ്റുവേഷൻസ് നമുക്ക് ലൈഫിലുണ്ടാവും. അതിൽ നമ്മൾ ഡിജക്റ്റഡ് ആവേണ്ട കാര്യമില്ല. അത് നമുക്ക് പാഠങ്ങളാണ് തരുന്നത്, ലെസൺസ് ആണ് തരുന്നത്. അതേപോലെ തന്നെ ഏറ്റവും നല്ല മുഹൂർത്തം, ദി ബെസ്റ്റ് അൾട്ടിമേറ്റ്, അത് നമുക്ക് ഒരിക്കലും മറക്കാനാവത്തില്ല. അതുകൊണ്ട് മെമ്മറീസ് ആണ് നമുക്ക്. അപ്പൊ ഇതെല്ലാം ജീവിതത്തിൽ ആവശ്യമാണ്. പല രുചികൾ ചേർന്നാലാണ് ഒരു നല്ല വിഭവം ഉണ്ടാകുന്നതെന്ന് പറയുന്ന പോലെ ജീവിതത്തിലെ പല അവസ്ഥകളാണ് നമ്മളാക്കുന്നത്, നമ്മളെ മുന്നോട്ട് നയിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴുമേ ഒരു പോസിറ്റീവ് തോട്ടോടെ, നന്മയോടെ ഇരിക്കുക. ഗുഡ്, ബെറ്റർ ആൻഡ് ദി ബെസ്റ്റ്. ഇന്നത്തെ പുലർക്കാലത്തിൽ വി ഹാവ് ഗോട്ട് എ വെരി ഫോർച്ചുനേറ്റ് ആക്ട്രസ് വിത്ത് us. മലയാള സിനിമയ്ക്കും എന്നുള്ളതല്ല, മലയാളം വിട്ട് ഇനി അങ്ങോട്ട് തമിഴ്, തെലുങ്ക്, കന്നഡം എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മുഖ ചാതുര്യമുള്ള ഒരു ആക്ട്രസ് ആണ്. വി ഹാവ് ഷീലു. വെൽക്കം ടു അവർ ഷോ. നമസ്കാരം. നമസ്കാരം. ഷീലുവിനെ കണ്ടാൽ ബോളിവുഡിൽ നിന്നൊക്കെ വന്ന ഒരു താരത്തിന്റെ ഒരു ഗെറ്റപ്പാണ്. ഒരു മലയാളി ആക്ട്രസിന്റെ ഒരു ഗെറ്റപ്പേ അല്ല. അതെയോ? ആക്ട്രസിന്റെ പേര് ഞാനും ഇങ്ങനെ സീരിയസ്ലി ഇങ്ങനെ ഒരു ഗെറ്റപ്പിൽ സാധാരണ മലയാളി പെൺകുട്ടികളെ കാണാറില്ല. പണ്ട് അമിതാഭ് ബച്ചന്റെ കൂടെ ആക്ട് ചെയ്ത പൂനം ദില്ലൻ എന്ന് പറഞ്ഞിട്ടൊരു ആക്ട്രസ് ഉണ്ട്. പൂനം ദില്ലൻ. പക്ഷെ എന്നെ ആക്ച്വലി ഞാൻ വളരെ നാടൻ ലുക്കുള്ള ഒരാളായിട്ടാണ് എന്നെ മലയാളീസ്, അല്ലെങ്കിൽ ഞാൻ മുംബൈ സെറ്റിൽഡ് ആണെങ്കിലും എന്നെ ആൾക്കാർ കാണുന്നത്. പക്ഷെ ഇതെനിക്ക് തോന്നുന്നൊരു ഫസ്റ്റ് ടൈം കോംപ്ലിമെന്റ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഷീലുവിനെ കാണുന്നത് ഈ വേഷത്തിലായിരിക്കും. പക്ഷെ ഇണങ്ങുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എനിക്കൊന്നൊരു ആർട്ടിസ്റ്റ് അങ്ങനെ ആവണ്ടേ. ഏത് വേഷം ധരിച്ചോ അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ്, ഷുഡ് ബി ഏബിൾ ടു ക്യാരി ഇറ്റ് അല്ലേ. നാടനാണെങ്കിൽ നാടൻ, മോഡേൺ ആണെങ്കിൽ അത് ശരിയാണ്. ഞാൻ ഏത് വേഷം ധരിച്ചാലും ഇണങ്ങുന്ന ഒരു എനിക്ക് അങ്ങനെ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ നാടൻ ലുക്കിൽ കാണാനാണ്. ഷീലു സിനിമയിലോട്ട് ഒരുപാട് ആഗ്രഹത്തോടെ വന്ന ഒരാളല്ലേ. എന്ന് തുടങ്ങി ഈ സിനിമാ സ്വപ്നങ്ങൾ, മോഹങ്ങളൊക്കെ? സിനിമാ സ്വപ്നങ്ങൾ തുടങ്ങിയത് ചെറുപ്പം മുതലേ തുടങ്ങിയതാണ്. ഒരു 4 വയസ്സ് തൊട്ടെന്ന് വേണേ പറയാം. ഒരുപാട് സിനിമ കാണുമായിരുന്നോ? സിനിമ കാണാൻ എനിക്ക് തോന്നുന്നു അന്ന് സ്കൂളിംഗ് ഒക്കെ ആയിട്ട് പേരൻസ് സമ്മതിക്കില്ല അങ്ങനെ കാണാനൊന്നെങ്കിലും വളരെ റെയർ ആയിട്ട് തിയേറ്ററിലൊക്കെ പോയി. ഓർത്തഡോക്സ് ഫാമിലി ആണോ? ഞാനൊരു കൺസർവേറ്റീവ് ക്രിസ്ത്യൻ ഫാമിലി, പാല ബേസ്ഡ്. അതെ. അപ്പൊ അങ്ങനെ സമ്മതിക്കുമായിരുന്നില്ല അങ്ങനൊന്നും. എങ്കിലും അമ്മ ടീച്ചറായിരുന്നു. അപ്പൊ അമ്മ സ്കൂളിൽ ആക്ടിവിറ്റീസ് ഒക്കെ സ്കൂളിൽ, അപ്പൊ അമ്മ ടീച്ചറായിരുന്നു. അപ്പൊ അമ്മയുടെ സ്കൂളിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. അപ്പൊ അമ്മയുടെ സ്കൂൾ അത് തന്നെ അൽഫോൺസാമ്മയുടെ സ്കൂളാണ്. അവിടെ അല്ല, ഞങ്ങള് സെന്റ് മേരീസ് സ്കൂൾ. അപ്പം ആ ഫുൾ സപ്പോർട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്നു. ഫാദർ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇങ്ങനെ കലാപരമായിട്ട് സപ്പോർട്ടീവ് അല്ലായിരുന്നുവെങ്കിലും എതിരൊന്നും പറയുമായിരുന്നില്ല ചെറുപ്പത്തില്. ഏതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന്? എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സ്കൂളില് എന്തൊക്കെയുണ്ടോ, ഇവൻ അത് ആർട്സ് ആൻഡ് സ്പോർട്സ്, ഇപ്പം ഫോക്ക് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്. അത് 4 വയസ്സില് ഇവൻ എന്റെ അമ്മ ടീച്ചറായിരുന്നപ്പോ എന്നെ സ്കൂളിൽ ചേർത്ത് ആക്ച്വലി എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ്, 1ാം ക്ലാസ്സിൽ. അപ്പം അമ്മയും ബ്രദറും ബ്രദർ എന്നെക്കാളും ഒരു മൂത്ത ആളാണ്. അപ്പൊ പുള്ളി സ്കൂളിൽ പോകുമ്പോൾ ഞാൻ കരച്ചിട്ട് തുടങ്ങും, എന്നെയും കൂടെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട്. അപ്പൊ വെറുതെ കൊണ്ടുപോകും. ക്ലാസ്സിൽ ചേർക്കാൻ പ്രായമായിട്ടില്ല, ഒരു 3.5-4 വയസ്സിൽ ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തും. അപ്പം മിണ്ടാതെ അവിടെ ഇരുന്നിട്ട് എല്ലാം കേൾക്കും, ആരെ ശല്യം ഒന്നും ചെയ്യില്ല. പക്ഷെ അപ്പൊ അവിടെ ഡാൻസ് ടീച്ചർ വന്ന് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. ആ കൂടെ നിന്ന് ചവിട്ടാൻ തുടങ്ങി. അന്നേരം അറിയാത്ത പ്രായത്തിൽ ഒരു 3 വയസ്സ് 3.5 വയസ്സ്. അപ്പോഴാണ് ഈ ഡാൻസ് ടീച്ചർ പറഞ്ഞു, ഈ കുട്ടി നന്നായി ഇമ്പ്രൂവ് ആവും, നമുക്ക് ഡാൻസിന് വിട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ ചേർന്നതിന് മുന്നേ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ചേർന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസങ്ങളും അല്ലെ എവിടെയൊക്കെ എന്നൊക്കെ അവിടെ ഡാൻസ് ക്ലാസ് ഉണ്ട്, അന്നെല്ലാം എന്നെ അമ്മ കൊണ്ടുപോകും. അപ്പൊ സ്കൂളിൽ ചേരുന്നത് 5 വയസ്സിലാണ്.
അപ്പൊ അങ്ങനെ ഫോക്ക് ഡാൻസ് അങ്ങനെ തുടങ്ങി. പിന്നെ എന്തൊക്കെ അന്നൊക്കെ ഹാൻഡ് റൈറ്റിംഗ് ഫസ്റ്റ് പ്രൈസ്, കഥാപ്രസംഗം ഫസ്റ്റ് പ്രൈസ്, പ്രസംഗം, പദ്യപാരായണം, എല്ലാത്തിനും. അപ്പൊ ഒരു വലിയ ബാഗൊക്കെ ആയിട്ടാണ് ആനുവൽ ഡേക്ക് പോകുന്നത്. ഇതെല്ലാം അപ്പൊ അന്നൊക്കെ കപ്പ് സോസറൊക്കെയാണ് സമ്മാനമായി തരിക. അപ്പൊ ഇതൊക്കെ ഒരു വലിയ ലോഡ് ഉണ്ടാവും. അപ്പൊ ഒരു പ്രൈസ് പറഞ്ഞ് നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അടുത്ത പ്രൈസിനും എന്റെ പേര് തന്നെയാവും. വീട്ടിൽ വലിയ അഭിമാനമല്ലേ? അഭിമാനമായിരുന്നു. ആരൊക്കെ ഉണ്ട് വീട്ടില്? അമ്മ, അച്ഛൻ, പിന്നെ ബ്രദർ. ബ്രദർ ഇവിടെ എറണാകുളം തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ പ്രൊഫസർ. ഇപ്പൊ മാരീഡ് അല്ലേ? അതെ അല്ലേ? ഇപ്പൊ അത് കഴിഞ്ഞ് സിനിമയിലുള്ള വരവ് നമ്മൾ പറഞ്ഞില്ല. അപ്പം ഇങ്ങനെ അത് കഴിഞ്ഞ് സ്കൂളിൽ ഇങ്ങനെ നല്ല ആക്റ്റീവായിട്ട് എല്ലാത്തിലും പങ്കെടുത്തു. പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കല് മനോരമയിൽ നിന്നൊരു മുഖചിത്രമായിട്ട്, അത് എനിക്ക് തോന്നുന്നു എൻ്റെ ബ്രദർ കോളേജിൽ പഠിക്കുമ്പോൾ മൂലമറ്റ സെന്റ് ജോസഫ്സിലായിരുന്നു. അന്ന് പുള്ളിയുടെ കോളേജ് ഡേക്ക് ഞാൻ വെറുതെ പുള്ളിയുടെ കൂടെ പോയതാണ്. അപ്പൊ അവിടെ ഗസ്റ്റ് ആയിട്ട് വന്നത് മനോരമയിലെ ചീഫ് എഡിറ്റർ ആയിരുന്നു. അവരുടെ കോളേജിൽ ഗസ്റ്റ് ആയിട്ട് വന്നത്. അന്ന് എൻ്റെ മുഖം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു കുട്ടിയുടെ മുഖത്ത് ഒരു മുഖശ്രീ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഒരു മനോരമയിൽ ഒരു മുഖചിത്രം കൊടുക്കാം. അതുകൊണ്ട് എനിക്ക് ഒരു ബന്ധമില്ല ഫിലിം ഫീൽഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാഗസിൻ ഒരു മീഡിയാസ് ആയിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഒരു ഡേറ്റ് തന്നു, ഒന്ന് വന്നോളൂ, അപ്പൊ നമ്മൾക്ക് നെക്സ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ഒരു ഒത്തിരി പേരിങ്ങനെ ഫോട്ടോസ് എടുത്ത് അവരുടെ ലോഡിങ് ഉണ്ട് എങ്കിലും നമ്മൾക്ക് ഉടനെ തന്നെ അത് പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞിട്ട്, അപ്പൊ അങ്ങനെ ഞാൻ കോട്ടയത്ത് പോന്നു അമ്മയും കൂട്ടി. അതിന് സമ്മതിച്ചു. വെറുതെ ഒരു കവർ പേജ് അല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും പപ്പ ചെറിയൊരു പ്രശ്നത്തിലായിരുന്നു, എങ്കിലും സമ്മതിച്ചു. അങ്ങനെ അത് ഒരു 2 ആഴ്ചക്കുള്ളിൽ അത് പബ്ലിഷ് ആയി. അങ്ങനെ പിന്നെ അതങ്ങ് നാടൻ അന്നത്തെ സെയിം ലുക്ക് ഇപ്പോഴും ഞാനത് സൂക്ഷിച്ചിട്ടുണ്ട് വീട്ടില്. ഒരു സ്കേർട്ടും ബ്ലൗസും. മുല്ലപ്പൂവൊക്കെ ചൂടി? ഇല്ല, മുല്ലപ്പൂ ഒന്നുമില്ല, വെറുതെ സിമ്പിൾ ആയിട്ട് വലിയ പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പിങ്ക് ബ്ലൗസ്, അന്നത്തെ ഇവിടെ വരെയുള്ള ബ്ലൗസ്, സ്കേർട്ട് ഉണ്ടല്ലോ, ഫുൾ സ്കേർട്ട് വിത്ത് കസവൊക്കെ ആയിട്ട് പട്ടുപാവാട. എന്ത് ഭംഗിയുള്ള ഒരു വേഷമല്ലേ, വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്. അപ്പൊ വളരെ നമ്മുടെ നാടൻ ലുക്കിൽ ഒരു മുല്ലപ്പൂ ഒന്നുമില്ല, ചുമ്മാതെ ഒരു ജിമിക്ക് കമ്മലൊക്കെ ഇട്ടിട്ട് ആ ഫോട്ടോ കണ്ടിട്ട് കുറെ അപ്രീസിയേഷൻസ്, എനിക്ക് കുറെ എഴുത്തുകൾ വന്നു തുടങ്ങി. അതിൽ അഡ്രസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ എഴുത്തുകളുടെ പ്രളയമായി. പിന്നെ അപ്പൊ ഓരോ എഴുത്ത് വരുമ്പോഴും പപ്പ വഴക്ക എവിടുന്നൊക്കെ വരുന്നതെന്ന് അറിയത്തില്ല. അങ്ങ് ഗൾഫിൽ നിന്നും പലരും വിവാഹാഭ്യർത്ഥനയൊക്കെ ആയിട്ട്. അപ്പൊ 15 വയസ്സ് 16 വയസ്സേ ഉള്ളൂ. അങ്ങ് വഴക്ക് തുടങ്ങി, അമ്മേനെ വഴക്ക് തുടങ്ങി. പപ്പ എന്തായി ആൾക്കാർ വിളിച്ചില്ലേ? സിനിമയിൽ നിന്ന് കുറെ, അന്ന് എനിക്ക് തോന്നുന്നു ഒരു പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞൊരു സീരിയലിന്റെ വർക്ക് നടക്കുന്ന സമയമാണ്. അപ്പൊ അതിന്റെ സംവിധായകൻ വിളിച്ചിട്ട് അതിൽ നായികയായിട്ട് എനിക്കൊന്ന് പിന്നീട് അതിൽ കെ രാജീവ് ആണെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇത്. അങ്ങനെ എവിടുന്നൊക്കെയോ ലെറ്ററുകൾ വന്നു. അപ്പൊ പേടിച്ചിട്ട് എനിക്കത് വായിക്കാൻ തന്നെ പറ്റും. കുറെ സീരിയൽ, കുറെ മോഡലിംഗ് രംഗത്ത് നിന്ന്, പിന്നെ സിനിമയിൽ നിന്ന് തിരുവനന്തപുരത്ത് സ്ക്രീൻ ടെസ്റ്റിന് ചെല്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ പേടിയാണ് പപ്പ. അപ്പൊ ഞാൻ ശരിക്കും നോക്കാറില്ല. എന്നിട്ട് അവസാനം ഞാൻ ഇതൊക്കെ കുറെ നാൾ സൂക്ഷിച്ചു വെച്ചാൽ ലെറ്ററുകളൊക്കെ. ഒന്നിനും പോയില്ല. ഈ ഒരു ലെറ്ററുകളെല്ലാം സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതല്ലാണ്ട് ഒന്നിനും പോയില്ല. ഈ ഒരു മുഖചിത്രം മാത്രമാണ് അവശേഷിച്ചു. പിന്നീട് പിന്നെ ഞാൻ സ്റ്റഡീസിനായിട്ട് പിന്നെ ഞാൻ നഴ്സിംഗ് പഠനത്തിനായിട്ട് പ്രീ ഡിഗ്രി ഫിനിഷ് ചെയ്തിട്ട് ഹൈദരാബാദിലേക്ക് പോയി. പിന്നെ അവിടെ 5 വർഷങ്ങൾ അങ്ങനെ പോയി. അപ്പൊ ഈ സ്വപ്നങ്ങളെല്ലാം അടച്ചു വെച്ചു. സ്വപ്നം അവിടെ പക്ഷേ ഇല്ല. അവിടെ പോയിട്ട് പക്ഷെ എനിക്ക് നല്ല, അവിടെ സിസ്റ്റേഴ്സിന്റെ ഒരു സ്കൂളായിരുന്നു നഴ്സിംഗ്, സെന്റ് തെരേസാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവര് ഭയങ്കരമായിട്ട് നമ്മളെ ഇങ്ങനെ കലാപരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന. അപ്പം അവിടെ സ്റ്റേറ്റ് ലെവലിൽ എനിക്ക് 3 വർഷം ഭരതനാട്യത്തിന് ഫസ്റ്റ് പ്രൈസ്. പിന്നെ അവിടെ എന്നെ പരിശീലിപ്പിച്ചു ഒരു അധ്യാപകന്റെ കീഴിൽ. ഞാൻ നൃത്തം അഭ്യസിച്ചു അവിടെ തന്നെ 3 വർഷം. അവിടെ നല്ലതായിട്ട് എനിക്ക് അപ്പം പപ്പയുടെ ഒരു ഇതും ഇല്ല. അപ്പൊ അവിടെ നിന്ന് എനിക്ക് നാഷണൽ, അപ്പൊ എനിക്ക് വളരെ വിഷമകരമായിട്ട് തോന്നിയ ഒരു അവസ്ഥ എനിക്ക് എന്താന്ന് തോന്നി, അവിടെ സ്റ്റേറ്റ് ലെവലിൽ എനിക്ക് 3 വർഷം കിട്ടിയപ്പോൾ എനിക്ക് നാഷണൽ ലെവൽ സെലക്റ്റഡ് ആയി. ഒരു കോൺഫറൻസിന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് വളരെ ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് വരെ ആൾക്കാർ വരുന്ന ഒരു കോൺഫറൻസ് ആയിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോകേണ്ടിയിരുന്നത് ഈസ്റ്റിലേക്കാണ്, നാഗാലാൻഡ് വരെയും പോകണം. അപ്പൊ അതിന് വീട്ടില്, അപ്പൊ സിസ്റ്റേഴ്സ് ഭയങ്കര അവരുടെ സ്കൂൾ ഓഫ് നഴ്സിംഗ് അല്ലെ കോളേജ് ഓഫ് നഴ്സിംഗിന് കിട്ടുന്ന ഒരു എന്താ പറയുക, അംഗീകാരമാണത്. അവിടുത്തെ ഒരു സ്റ്റുഡന്റിന് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. അപ്പൊ സിസ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ നോക്കി. പക്ഷെ അപ്പം പേരൻസിന്റെ റിട്ടേൺ പെർമിഷൻ വേണം.
തന്നില്ല. തന്നില്ല. അയ്യോ. അപ്പൊ അതും അവിടെ അസ്തമിച്ചു. ഉം. അങ്ങനെ പക്ഷെ ഞാൻ എവിടെ ഏതൊക്കെ വേദികളിൽ അവിടെ നൃത്തം ആടിയിട്ടുണ്ടോ അവിടെ എല്ലാം തെലുഗു നിന്ന് ഫിലിംസിൽ നിന്നൊക്കെ ക്യാമറാമാൻസ് ഒക്കെ വന്ന് എൻ്റെ ഉം. ഇത് ഇത് വീഡിയോസ് എടുത്തിട്ട് പ്രൊഫൈലൊക്കെ പോകും. അവരത് അവിടെ ഒരു CD ആക്കി അവിടെ പ്രസിദ്ധീകരിച്ചു. ഉം. അങ്ങനെ അവിടെ നിന്ന് എനിക്ക് തെലുങ്കിൽ നിന്ന് ഒരു ഫിലിമിലേക്ക് ഓഫർ വന്നു. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തെലുങ്കൊക്കെ ഓരോ പഠിച്ചോ? തെലുങ്ക് വേറെ അറിയാമായിരുന്നു. ഇപ്പൊ ലാംഗ്വേജ് ഞാൻ മറന്നു. ബ്യൂട്ടിയാണ്. ഇപ്പൊ ഉം. മറന്നു. ഉം. അപ്പൊ അന്ന് അത് ചോദിക്കാൻ പോലും ഞാൻ പോയില്ല പപ്പയോട്. കാരണം ഒരു സമ്മതിക്കുന്നില്ല. കോൺഫറൻസിന് പോലും വിടാത്ത ആളിനെ തെലുഗു ഫിലിമിലേക്ക് വിടുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാൻ പോലും പേടിയാണോ പറ്റില്ല. പപ്പയെ? പേടിയാണ്. ഇപ്പൊ ഇല്ല. അന്ന് പപ്പ നല്ല ഉണ്ടോ പേടി. അപ്പൊ? ഉണ്ട് ഉണ്ട് ആ, ഉണ്ട്. ഉണ്ട്. ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ ഇത് പപ്പ കണ്ടാ ചിലപ്പോ എന്നെ വഴക്ക് പറയും. എന്താടി എന്റെ കുറ്റം പറഞ്ഞു? പപ്പയുടെ പേരെന്താ പറഞ്ഞ? പപ്പയുടെ പേര് എബ്രഹാം. എബ്രാച്ച. സൗന്ദര്യമുള്ള മുഖങ്ങൾ തീർച്ചയായിട്ടും നന്നായി മലയാള സിനിമയിൽ അല്ല, അങ്ങനെ ഒരു വരേണ്ടതാണ്. പാഷൻ ഉണ്ടെങ്കിൽ അതെ ഒന്നിനും തടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. യു സത്യം. ഹാഡ് എ ഫയർ ഇൻ യു. അതെ അതെ അത് തന്നെയാണ് നിങ്ങൾ ഇപ്പൊ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ ഷീ ടാക്സിൽ വന്ന് നിൽക്കുകയാണ് അല്ലല്ല, അതിന്റെ അല്ലേ? ഇനി അതിന്റെ വരവ് കണ്ടിന്യൂഷൻ പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാൻ ജോലിയിലിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് മുംബൈയിൽ വരുന്നു. പിന്നീട് കുവൈറ്റിലേക്ക് പോകുന്നു. അവിടെ അതോടെ എന്റെ കംപ്ലീറ്റ് എന്റെ എല്ലാ അങ്ങനെ ആർട്ടിസ്റ്റിക് ജോലിക്കൊക്കെ ഒറ്റയ്ക്കൊക്കെ വിടും അല്ലേ വീട്ടിൽ നിന്ന്? അന്നേരം കുവൈറ്റ് അപ്പൊ എനിക്ക് ഓൾറെഡി വർക്ക് ചെയ്ത് തുടങ്ങി. ഞാൻ നഴ്സിംഗിന്റെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആന്റിമാരുണ്ട്. അപ്പം ആന്റിമാരുടെ കൂടാണ് അപ്പം ഞാൻ പുറത്തേക്കൊക്കെ പോയതും. അപ്പൊ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ കംപ്ലീറ്റ് ഡാൻസിങ്ങും എല്ലാം നിർത്തേണ്ടതായിട്ട് നമ്മൾ വർക്ക് ചെയ്യുവാണ്. അപ്പൊ നമ്മൾ ടൈം ബേസിസിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് പിന്നെ അവിടുന്ന് ഒരു 1-2 വർഷം വർക്ക് ചെയ്തുള്ളൂ. ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിഞ്ഞു. എവിടത്തെ ആളാണ് കല്യാണം കഴിച്ചത്? ആള് അവിടെ കേരള തന്നെയാണോ? അല്ലല്ല ഇവിടെ നിന്നാണ്? കേരളൈറ്റ് ആണ്. ഉം. തിരുവല്ലയിലാണ് വീട്. പക്ഷെ മുംബൈ സെറ്റിൽഡ് ആണ്. ഉം, ഉം. പെട്ടെന്ന് ഉടനെ തന്നെ കല്യാണം. എനിക്കൊന്ന് 1.5 വർഷം ഹാർഡ്ലി ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തുള്ളൂ. പിന്നെ കല്യാണം കഴിഞ്ഞതോടെ പിന്നെ കംപ്ലീറ്റ് എല്ലാ ബന്ധവും പോയി. പിന്നെ ജോലി ഉപേക്ഷിച്ച് റിസൈൻ ചെയ്തിട്ടാണ് കല്യാണം കഴിപ്പിച്ചത്. ആ. നേഴ്സിംഗ് ഫീൽഡ് ഇല്ല, ബിസിനസ്മാൻ ആയിരുന്നു. ഉം. അപ്പൊ വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നീട് കുട്ടികളുണ്ടായി. 2 മക്കളുണ്ട്. ചെറുതാണ് അവര്. അപ്പം അവര് ഒരു ചെറിയ എനിക്ക് തോന്നുന്നു അവരൊരു ഇപ്പം മോൻ 5 വയസ്സ്. അപ്പൊ എന്നോടൊരു പ്രോമിസ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ വീട്ടിലിരിക്കുമ്പോ ഇങ്ങനെ പറയും എനിക്കിങ്ങനെ ഈ ഡാൻസ് തന്നെ കളിക്കും. ഉം. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഹസ്ബൻഡിന് തോന്നി ഇത് ഇവളെ വീട്ടിലിരുത്തുന്നത് ശരിയല്ലല്ലോ. ഇത്രയും കഴിവുകളുള്ള So ഒരാള്. sweet ആ അല്ലേ? ഉം. ഭയങ്കര സപ്പോർട്ടീവാണ്. കാരണം ഉം. ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാനിപ്പോ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഉം. അതെനിക്ക് തോന്നുന്നു നോർമലി മലയാളീസായ ഹസ്ബൻഡുമാരൊന്നും ഭാര്യമാരെ അലോ ചെയ്യത്തില്ല കല്യാണത്തിന് ശേഷം. അവര് കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയാകാവോ അതൊക്കെ ചെയ്യുക. അതിനുശേഷം വീട്ടിൽ ഇരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞാൻ ഷിനു കണ്ടിട്ടുള്ളത്. നേരെ തിരിച്ചാണ് അല്ലേ? എനിക്ക് നേരെ തിരിച്ചാണ്. അത് ശരിക്കും ഞാൻ ഇപ്പം വീട്ടിൽ പറയും അത് എന്റെ ജീവിതം ശരിക്കും എന്റെ ഡ്രീംസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്നത് ഇപ്പോഴാണ്. എന്റെ ഹസ്ബൻഡ് പുനർജന്മമാണ്. അത് ഉം. തന്നെ ഉം. കല്യാണത്തിന് കാരണം അതിന് മുന്നേ ഞാൻ വേറെ ആരുടെയൊക്കെയോ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയാണ്. എന്ന് അതെ പറഞ്ഞാൽ അതെ പേരൻസിന്റെ ഇഷ്ടം, ബ്രദറിന്റെ ഇഷ്ടം, അല്ലെ നാട്ടുകാരെന്ത് പറയും, അല്ലെ നാട്ടുകാർ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫിലിമിലേക്ക് ഇറങ്ങുന്നു, അല്ലെ ഒരു മുഖചിത്രം വരുമ്പം നമ്മളെ കുറ്റം പറയുന്ന നാട്ടുകാരെ പക്ഷെ എനിക്ക് അതിനൊക്കെ എഗനിസ്റ്റ് ആയിരുന്നു. ഞാൻ നമ്മുടെ ലൈഫ് നമുക്ക് എന്ത് ഹാപ്പിനെസ് ഇപ്പോഴും തരുന്നു മലയാളിക്ക് അങ്ങനെ കുറ്റം പറയുന്ന ഒരു പ്രവണതയുണ്ടോ? ഇപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോ? ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഫിലിംസിലോണൊക്കെ പണ്ടത്തെ ആൾക്കാര് പേരൻസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി അഡൽട്സ് ആയിട്ടുള്ളവര് ഇപ്പോഴും എഗനിസ്റ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ച് ഉള്ളിലോട്ടൊക്കെ അങ്ങനെയാണ് അതെ തോന്നുന്നു അല്ലേ? ആയിരിക്കും. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മുടെ ലൈഫ് എന്തിനും നമ്മൾ മറ്റുള്ളവരുടെ പറയുന്ന കേട്ട് നമ്മൾ ജീവിക്കുന്നു. കറക്റ്റ്. ഒരു നമ്മുടെ ലൈഫ്. ഇഷ്ടങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അടക്കി വെച്ചിട്ട് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. ഞാൻ വെറുതെ വർക്ക് ചെയ്യുന്ന ആർക്കോ വേണ്ടിയിട്ട് എന്തിന് അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ എൻ്റെ ആ ഒരു കാലം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ഫിലിംസിലൊക്കെ തിളങ്ങേണ്ട ഏജ് ഉണ്ടല്ലോ, ഒരു 17-18 ഒക്കെ കളഞ്ഞു. അങ്ങനെയാണ് ഇപ്പൊ കല്യാണം കഴിച്ച് ഇപ്പം മോൻ 5 വയസ്സപ്പോൾ എന്നോട് പുള്ളി ആ കല്യാണം കഴിഞ്ഞ പീരീഡിൽ വന്ന് എനിക്ക് ഒത്തിരി കഴിവുകളുണ്ട്, എനിവേ കുട്ടികളായി, അപ്പം ആ മോൻ 5 വയസ്സാവട്ടെ, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം എന്തെങ്കിലും, നിനക്ക് എന്താണ് ആഗ്രഹം എന്ന് വെച്ച് So കഴിഞ്ഞാൽ sweet ആ അല്ലേ? ഐ വിൽ ഡെഫിനറ്റ് ഐ പ്രോമിസ് യു എന്ന് പറഞ്ഞിട്ട് പുള്ളി അന്ന് പറഞ്ഞ ഒരു വാക്ക് ഉം. അത് ഇപ്പോൾ So sweet നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ രാജേട്ടാ? അതെ എന്ത് അതിന് ബ്യൂട്ടിഫുൾ ആണ് അത് വേണ്ടിയിട്ട് കേൾക്കാൻ. എത്ര എനിക്ക് തോന്നുന്നു ഞാൻ മുംബൈയിൽ നിന്ന് ഇപ്പം ഷീ ടാക്സി തുടങ്ങിയതിന് ശേഷം ഉം. എത്രയോ പ്രാവശ്യം ഞാൻ വന്നുപോയി. എവരി വീക്ക് ഞാൻ വന്നുപോയ ടൈമുണ്ട്. രാവിലെ വന്ന് ഞാൻ വൈകിട്ട് തിരിച്ചു പോകും മുംബൈക്ക്. അതിന് എൻ്റെ കൂടെ വരുന്നു, തിരിച്ചു വിടാം, അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ കൂടെ വിടുന്നു, രാവിലത്തെ ടിക്കറ്റ് എടുക്കുന്നു, വൈകിട്ടത്തെ റിട്ടേൺ ടിക്കറ്റ് എടുക്കുന്നു. അങ്ങനെ എന്നെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു. ഇപ്പം ഞാൻ ദേ ഇവിടെ വന്നിരിക്കുന്നു. അതിന് പിന്നിലും പുള്ളിക്കാരനുണ്ട്, അവിടെ ഉണ്ട്. പക്ഷെ എവരി മിനിറ്റ് വിളിച്ചിട്ടിരിക്കുകയാണ്, കഴിഞ്ഞോ കഴിഞ്ഞോ ഒക്കെ ചെയ്യും, നന്നായിട്ട് ചെയ്തിട്ടു. അങ്ങനെ ഒരു ഹസ്ബൻഡിനെ കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പുള്ളിയെ പറ്റി മാത്രമാണ് എനിക്ക് എന്താ പറയുക അദ്ദേഹത്തിന്റെ ഒരു നന്ദിയും കടപ്പാടും എല്ലാം ഈ ലെവലിൽ ഞാൻ ഇരിക്കുന്നത്. What is he doing? Is that ഈസ് എ ബിസിനസ്മാൻ. businessman? എന്താണ്? കൺസ്ട്രക്ഷനിലുണ്ട്, പിന്നെ ട്രേഡിങ്, അതാണ് മെയിൻ. ടിപ്സ് ഫോർ ദി ഓഡിയൻസ്. വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്കിൻ ഇങ്ങനെ
സാഗ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കുറച്ച് പേർക്കെങ്കിലും ഉണ്ട്. അതിൽ വ്യാകുലപ്പെടുന്നവരുമുണ്ട്. അപ്പോൾ അവർക്കൊരു ചെറിയ ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത്. ഓട്സ് ഉണ്ട്. ഓട്സിനെ ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം മുഖത്ത് ഇട്ടിട്ട് അതൊന്ന് ഡ്രൈ ആയ ശേഷം വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ സ്കിൻ ടൈറ്റനിങ്ങിന് അത് വളരെ നല്ലതാണ്. കുറച്ചുകൂടി യങ് ആവും. സ്കിൻ ഇങ്ങനെ സാഗ് ചെയ്താൽ നമ്മൾ ജോലി കൂടുതൽ കൊണ്ടും അങ്ങനെ സംഭവിക്കാം. പ്രായം കൊണ്ട് തന്നെ വരണം എന്നൊന്നുമില്ല. ഒരുപാട് ഇപ്പം ഞങ്ങളെപ്പോലുള്ളവരാണ് ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവർ. വലിയ ചൂടിലും ലൈറ്റിലും വെയിലത്തും ഒക്കെ നിൽക്കേണ്ടി വരുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് അതിനെ ഡള്ളാക്കും, സാഗ് ചെയ്യും. അപ്പോൾ ആ സാഗ് ചെയ്യുന്ന സ്കിന്നിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഓട്സിനെ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ മിക്സ്ചറിനെ മുഖത്തിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ ഇറ്റ് വിൽ ടൈറ്റൻ യുവർ സ്കിൻ. ട്രൈ ചെയ്ത് നോക്കാം. യു ആർ ബേസ്ഡ് ഇൻ മുംബൈ അല്ലേ? സെറ്റിൽഡ് ഇൻ മുംബൈ. ബിസിനസ് എല്ലാം അവിടെയാണോ? മുംബൈ അല്ല, ഞങ്ങൾക്ക് ഇവിടെ കൊച്ചിനിലുണ്ട്, ഹോട്ടലുണ്ട്. പിന്നെ ബിസിനസ്സിലും ഭാഗമാണോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ പ്രൊപ്പറേറ്റർ ആണ്, MD ആണ്. അല്ല, ഞാൻ കലാപ്രവർത്തനത്തിനിടയ്ക്ക് ഭർത്താവിനെ സഹായിക്കാൻ പറ്റുന്നുണ്ടോ ബിസിനസ്സിലൊക്കെ? ഇല്ല, അങ്ങനെ എൻ്റെ ആവശ്യം അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവിടെ. എൻ്റെ ആവശ്യം ഓൺലി സൈനിങ്. ഞാൻ ഇല്ല. അത് പക്ഷെ ആവശ്യം എന്ന് പറഞ്ഞാൽ മെയിൻലി ഞാൻ MD സ്ഥാനത്തുണ്ട്, പ്രൊപ്പറേറ്റർ സ്ഥാനത്തുണ്ട് 1-2 കമ്പനികളുടെ. പക്ഷെ എൻ്റെ സിഗ്നേച്ചർ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള വർക്കുകളൊക്കെ സ്റ്റാഫ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് എൻ്റെ കാര്യങ്ങളല്ലേ പുള്ളി തന്നെയാണ് അതെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത്. ആവശ്യം വരുമ്പോൾ പോകും, ജസ്റ്റ് 1-2 മണിക്കൂർ ഇരിക്കും, പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, തിരിച്ചു പോരുന്നു. അങ്ങനെ. ആദ്യത്തെ പടം ഏതായിരുന്നു? ആദ്യം ഞാൻ വീപ്പിംഗ് ബോയ്, ശ്രീനേട്ടന്റെ കൂടെ. അത് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് തോന്നുന്ന പിക്ചർ. പക്ഷെ ശ്രീനേട്ടന്റെ കൂടെ ഒരു സൈക്കോട്രിസ്റ്റ് ആയിട്ട് അതൊരു ബോൾഡ് ക്യാരക്ടർ ആയിരുന്നു. എത്ര സീൻസ് ഉണ്ടായിരുന്നു? അത് ഒരു 8-9 സീൻസ് ഉണ്ടാവും. ആദ്യത്തെ പടത്തിൽ 9 സീന്റെ വർക്ക്. വെരി ഗുഡ് അല്ലേ? ഉണ്ടാവും. അതെങ്ങനെയാ അങ്ങനെ ഒരു വേഷം കിട്ടിയത്? അത് എനിക്ക് തോന്നുന്നു ഫെലിക്സ് ആയിരുന്നു അതിന്റെ ഡയറക്ടർ, ഫെലിക്സ് ജോസഫ്. അദ്ദേഹം എൻ്റെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെയാണ് പുള്ളിയാണ് പറയുന്നത് ഈ സൈക്യാട്രിസ്റ്റിൻ്റെ ഒരു റോളുണ്ട്, അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൽ സിനിമ ആഗ്രഹം കിടക്കുന്നത് കൊണ്ട് അപ്പോൾ പിന്നെ ഹസ്ബൻഡ് സമ്മതിക്കുകയും ചെയ്തു, കുഴപ്പമില്ല ചെയ്യുക. അപ്പോൾ അതിൽ ലെന ഒരു നല്ല വേഷം ചെയ്തു. ശ്രീനേട്ടനായിരുന്നു അതിൻ്റെ കേന്ദ്ര കഥാപാത്രം. പിന്നെ നമ്മുടെ ശ്രീത ശിവദാസ് ആണ് ഹീറോയിനായിരുന്നു. അർജുൻ നായകനായൊരു പടമായിരുന്നു. അത് റിലീസ് 2013 റിലീസായിരുന്നു. ഇപ്പൊ ഷീറ്റ്. അത് കഴിഞ്ഞ് മംഗ്ലീഷിൽ ചെയ്തൊരു വേഷം. നല്ല വേഷമായിരുന്നു. അതും ഇതുപോലെ ഒരു 8-9 സീന് മമ്മൂക്കയുടെ കൂടെ ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ഹൗസ് വൈഫ്, വളരെ ഒരു നാടൻ, ഈ എന്താ പറയാ, ഈ ഹാർബറിലൊക്കെ താമസിക്കുന്ന ഒരു ഹൗസ് വൈഫ്. അത് ആ മൂവി തന്നെ ഹാർബറിലുള്ള അല്ല, ഭയങ്കര പാവം പിടിച്ച ഒരു സാരി കൊടുത്തിട്ട് ഇങ്ങനെ പാവം ഒരു ഹൗസ് വൈഫ്, ഒരു മേക്കപ്പ് ഒന്നും ഇല്ല, ഡള്ളി ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. താരങ്ങളുടെ കൂടെ അഭിനയിച്ചില്ലേ? അതെ. ആദ്യം തന്നെ ശ്രീനേട്ടന്റെ കൂടെ ആയിരുന്നു ഡയലോഗ്സ്. അതിനകത്ത് ശ്രീനേട്ടൻ ആരാധിച്ചവരുടെ കൂടെ. അതെ. ആദ്യ സീൻ തന്നെ ശ്രീനേട്ടന്റെ കൂടെ മാത്രമേ ഉള്ളൂ എനിക്ക് അതിൽ ഡയലോഗ്സ്. ഉള്ള സീനുകൾ മൊത്തം ശ്രീനേട്ടന്റെ കൂടെയാണ്. ശ്രീനേട്ടനെ ട്രീറ്റ് ചെയ്യാൻ ചെല്ലുന്ന ഒരു ഡോക്ടറാണ്. ഈവൻ ശ്രീനേട്ടനെ അതിനകത്ത് ഞാൻ ഡോമിനേറ്റ് ചെയ്യുന്നവരെയുണ്ട് ആ സീൻസിലുള്ള സീനുകളിൽ. പിന്നീട് മമ്മൂക്കയുടെ കൂടെ കിട്ടി മംഗ്ലീഷിൽ. അതിലും എനിക്ക് മമ്മൂക്കയുടെ കൂടെ ഡയലോഗ്സ് ഉണ്ടായിരുന്നു. ഉള്ളതൊക്കെ കൂടുതലും മമ്മൂക്കയുടെ കൂടെ തന്നെയുള്ള സീൻസ് ആയിരുന്നു. ചെറുതാണെങ്കിലും അത് വലിയൊരു മലയാള സിനിമയ്ക്ക് ഒരു നടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരു MD ലെവലിൽ നിന്നുകൊണ്ട് കം ഫോർ ആക്ടിങ്, സോ ദാറ്റ് മമ്മൂട്ടി വിൽ ഓൾസോ റെസ്പെക്ട് യു. മലയാള സിനിമയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ആക്ട്രസ് ഇത്രയും ബോൾഡായിട്ട് MD. ഞാനൊരു കുട്ടിയുടെ അമ്മയാണ്, 2 കുട്ടികളുടെ അമ്മയാണ്. എനിക്ക് സൗന്ദര്യമുണ്ട്. ഞാൻ പക്ഷേ വളരെ ഒരു ഗ്രാമീണ സൗന്ദര്യം ഉള്ള ആളാണ്. യു ആർ വെരി ബ്രൂട്ടലി ഫ്രാങ്ക് ആൻഡ് യു ആർ എന്താ പറയുന്നത്, ഇല്ല, 2 കുട്ടികളുടെ അമ്മയാണ് എന്ന് പറയുന്നതിൽ ഒരു ആക്ട്രസ് ആയതുകൊണ്ട് ഒരിക്കലും ഞാനത് മറച്ചു വെക്കില്ല. കാരണം അതെന്റെ അഭിമാനമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ആക്ടിങ് മതി. ഹോളിവുഡിലൊക്കെ നായികമാർക്ക് അവർക്ക് മക്കളുണ്ട്, അവർ കുറച്ച് ഏജ്ഡ് ഒക്കെ ആയിട്ടുള്ളവരാണ്. ഈ 16-17 വയസ്സ് തന്നെ നായികയാവണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. ആക്ട്രസ് ആവാൻ കാലിബർ ഉള്ള ടാലന്റ് ഉള്ള എത്രയോ കഥാപാത്രങ്ങളുണ്ട് അല്ലേ?
അപ്പൊ ഒരു ആദ്യത്തെ പടത്തിൽ 8-9 സീൻ ചെയ്തു. മമ്മൂക്കായുടെ കൂടെയുള്ള ചിത്രത്തിൽ 8-9 ചെയ്തു. 8-9 സീൻസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഷീ ടാക്സിൽ ഷീ വൺ ഓഫ് ദ ടാക്സി. മേജർ റോൾസ് അതെ. ചെയ്തിരിക്കുകയാണ്. ഷീ ഭാഗ്യവതിയാണ് ടാക്സിയാണ്. ഷീലു എന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെയൊന്നും എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതല്ല. അത് ഈ വിവാഹത്തിനൊക്കെ ശേഷം ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ അതും ഷീ ടാക്സിയിൽ ഒരു യങ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസ് ആണ്. വെരി ഗുഡ്. കാവ്യയുടെ ഒപ്പം തന്നെയുള്ളൊരു ഒപ്പം തന്നെ എൻ്റെ അതെ കാവ്യയുടെ ഒപ്പം തന്നെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഈ മീര മാമനെ പറ്റി പറഞ്ഞാൽ അവർ ഒരു ഭയങ്കര ഡോമിനേറ്റിംഗ് ക്യാരക്ടറാണ്. അവർ പറയുന്നത് എല്ലാവരും അനുസരിക്കണം. അവർ ക്യാരക്ടറിന്റെ പേരാണ് മീര മാമൻ. ആ ഒരു പ്രോജക്റ്റിൻ്റെ ഹെഡാണ്. അപ്പോൾ ഇവർ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ നിന്ന് കൂർഗിലേക്ക് യാത്രയാവുന്ന ഒരു അതാണ് അവരുടെ ഉദ്ദേശം. അതാണ്. അപ്പോൾ അതിനിടയിൽ അവർ കാവ്യയുടെ കാവ്യ ഓടിക്കുന്ന ഷീ ടാക്സി ഹയർ ചെയ്യുന്നു. ഈ കാറ് വർക്കിംഗ് കണ്ടീഷനല്ല, ഇവർ ബ്രേക്ക് ഡൗൺ ആവുന്ന ഇടയ്ക്ക്. അപ്പോൾ ഇവരും കാവ്യയും തമ്മിലുള്ള കുസൃതി ഫൈറ്റ്സ് ഇതിനകത്ത് ഭയങ്കര നോട്ടബിളായിട്ടുണ്ട്. പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട്. സ്ത്രീകൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്. ഇപ്പോഴത് ഓടിക്കണം. കുട്ടികളൊക്കെ ഭയങ്കര ചിരിയാണ്. ശരിക്കും ഹ്യൂമറസ് ആയിട്ടുള്ളൊരു മൂവിയാണ്. കൃഷ്ണ പൂജപ്പുരയാണോ അല്ലേ? അപ്പൊ സജിയുടെ ഒരു കോമ്പിനേഷൻ ഉണ്ട് അല്ലേ? അതിനകത്ത് എങ്ങനെയാണ് വേഷം? അതില് ജീൻസും ടോപ്സ്. സജി ഇതിനെ കാസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ആദ്യമേ പറഞ്ഞിരുന്നു എങ്ങനത്തെ വേഷത്തിലാണ് സജിയെ കാണാൻ പോയത്? സജിയേട്ടനെ കാണാൻ പോയത് ആക്ച്വലി സജിയേട്ടൻ എന്നെ പല വേഷത്തിൽ കണ്ടിട്ടുണ്ട്. എങ്കിലും ആദ്യം ജീൻസ് ഷർട്ടിൽ തന്നെയാണ് എന്നെ കണ്ടിരുന്നത്. അപ്പോൾ സജിയേട്ടൻ ആദ്യം എന്നെ കണ്ടതേ തന്നെ ഞാൻ എന്നോട് പറഞ്ഞു മീര മാമൻ അനുയോജ്യമാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം സംസാരിക്കാതിരുന്നു. മീൻസ് അവർ സംസാരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് കയറി ഒന്നും മിണ്ടിയില്ല. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ സൈച്ചേട്ടന് അപ്പം ആദ്യം എന്നെ കണ്ടപ്പോൾ അന്തം വിട്ടിരുന്നു. ഒന്നും മിണ്ടിയില്ല. സൈച്ചേട്ടനും മിണ്ടിയില്ല, ഞാനും മിണ്ടിയില്ല. ചോദിച്ചു അന്നേരം മലയാളിയാണോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതെ. ഞാൻ വിചാരിച്ചു വല്ല പഞ്ചാബിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, ഗുജറാത്തിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഒന്നും മിണ്ടിയതുമില്ല മലയാളം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു അപ്പം പിന്നെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ സൈച്ചേട്ടനെ ഇപ്പോൾ എന്നെ കണ്ടു, ഞാൻ സംസാരിച്ചു, എന്നെ പറ്റിയിട്ട് സൈച്ചേട്ടനൊരു കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ചാൽ ഞാനത് ചെയ്യുമെന്ന വിശ്വാസം സൈച്ചേട്ടനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക. അതല്ല എന്നുകൊണ്ട് ഒരിക്കലും എനിക്ക് ആ വേഷം തരരുത് എന്ന് പറഞ്ഞു. സൈച്ചേട്ടൻ പറഞ്ഞു 100% ഞാൻ ഹാപ്പിയാണ്, നിങ്ങളിത് ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞ് അന്നേരം അനൂപേട്ടനെ വിളിച്ചു പറഞ്ഞു അവരത് ചെയ്യും, അവരെ ഞാൻ നേരിട്ട് കണ്ടു, എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ സൈച്ചേട്ടൻ കണ്ടു വെച്ചിട്ടും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്സ് ഷീലു നന്നായി ചെയ്തു എന്നുള്ള ഒരു ഫീഡ്ബാക്സിൻ്റെ മെസ്സേജസിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ എന്നെ കാണിച്ചു. ഡബ് ചെയ്തിട്ടുണ്ടോ ഷീലു? അതിൽ വിമ്മിയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഡബ് ചെയ്തു. അതിൽ ഡബിങ് ചെയ്തിരുന്നു, ഞാൻ കംപ്ലീറ്റ് ആക്കി ഡബ് ചെയ്തു. പക്ഷേങ്കിൽ എൻ്റെ ആ ഒരു വോയിസ് ഒരു ഇച്ചിരി ഷ്രില്ലിങ്, ആ വോയിസ് ആ ക്യാരക്ടറിന് അത്രയ്ക്ക് അങ്ങ് കെട്ടപ്പ് കൊടുത്തായിട്ട് തോന്നിയില്ല. എന്ന് പറഞ്ഞാൽ അത് സൈച്ചേട്ടൻ ഓക്കെ വെച്ചു, ഫുള്ള് 2 ദിവസം ഡബ് ചെയ്തു. പിന്നീടാണ് ആരോ സജസ്റ്റ്, അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു സൈച്ചേട്ടാ ഈ വോയിസ് ഈ ക്യാരക്ടറിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഡോമിനേറ്റിങ് ഇതുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചൈൽഡിഷ് വോയിസ് പോലെ തോന്നുന്നതായിട്ട് ഇങ്ങനെ 1-2 സജഷൻസ് വന്നു. ഈ ക്യാരക്ടറിന് ഒരു ബോൾഡ് വോയിസ് വേണം. അങ്ങനെ അപ്പം എന്നാൽ നമുക്കൊന്ന് ഒരു വിമ്മിയെ വിളിച്ച് ഡബ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് 1-2 സീൻസ് വിമ്മിയെ കിട്ടി. ഭാഗ്യത്തിന് വിമ്മി ബാംഗ്ലൂരിൽ നിന്ന് വന്നു. വിമ്മി ചെയ്തപ്പോൾ ആ ക്യാരക്ടർ അവിടെ ഭയങ്കരമായിട്ട് എൻഹാൻസ്ഡ് ആയി. വിമ്മിയുടെ ആ ഒരു പ്രൊഫഷണൽ വോയിസ് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ വോയിസ് കേട്ട് കഴിഞ്ഞ് എനിക്കൊന്ന് വളരെ ചൈൽഡിഷ് ആയിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് ചൈൽഡിഷ് സ്വരാണ് എന്നാ. കോളേജ് കുട്ടിയെ പോലെ അഭിനയിപ്പിച്ചത് അല്ലേ? അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വിമ്മിയാണ് ഡബ് ചെയ്തത്. വിമ്മിയുടെ ഡബിങ് പക്ഷെ ഭയങ്കരമായിട്ട് അവിടെ സപ്പോർട്ട് ചെയ്തു. ക്യാരക്ടറിന്റെ ഒരു ബൂസ്റ്റ് കിട്ടി. തീർച്ചയായിട്ടും. കാവ്യയുടെ കൂടെ അഭിനയിച്ചപ്പോൾ നമ്മളൊക്കെ എല്ലാ മലയാളികൾക്കും കാവ്യ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആണ്. ആ ഒരു നല്ല സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ. കാവ്യയെ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കാവ്യയുടെ ഒരു ആരാധികയാണ് ഞാൻ ശരിക്കും. കാവ്യയുടെ ഭംഗി, കാവ്യയുടെ കണ്ണുകള്, അപ്പൊ ഞാനിങ്ങനെ ചിത്രങ്ങളിലൊക്കെ നല്ല സ്വീറ്റ് ആയി പെരുമാറുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പൊ എനിക്ക് കാവ്യയുടെ ബിഹേവിയറിനെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ആദ്യ ഷോട്ട് എടുക്കുമ്പോഴാണ് കാവ്യയെ ആദ്യം കാണുന്നത്. ക്യാമറയുടെ മുന്നിൽ നിന്നാണ് കാവ്യയെ ഞാനോട്ട് കാണുന്നത്. കാവ്യയോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ ഇതുപോലെ ഞാൻ അധികം പടങ്ങളൊന്നും ചെയ്തിട്ടില്ല, അപ്പം കാവ്യയെ പോലെ ഒരു വലിയ നടിയുടെ മുന്നിൽ ഞാൻ നിൽക്കുകയാണ്, അപ്പം കാവ്യ എന്തേലും മിസ്റ്റേക്ക് ഉണ്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ, ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം കാവ്യ ചേച്ചി ഒരു കുഴപ്പമില്ല, ഷീല ചേച്ചി ഒന്നും പേടിക്കണ്ട അപ്പം ഭയങ്കര സ്വീറ്റ്, ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അങ്ങനെ കാവ്യയുടെ ഒരു സപ്പോർട്ട് എനിക്ക് തോന്നുന്നു. ഒരു മൂവി വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിന് എത്ര കഴിവുണ്ടെങ്കിലും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും
അവരുടെ കൂടെയുള്ള കോ ആർട്ടിസ്റ്റ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് വാങ്ങിയെങ്കിൽ മാത്രമാണ് ഏതൊരു ആർട്ടിസ്റ്റിനും കംഫർട്ടബിൾ ആകുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബലം പിടിച്ച് ഇങ്ങനെ പേടിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ ഒരിക്കലും അവിടെ വരില്ല. അങ്ങനെ ക്യാരക്ടറിന്റെ ഒരു 100% നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നാളെ വേറെ പുതുമുഖങ്ങൾ വരുമ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും ശ്രീനിവാസൻ പറഞ്ഞ നടന്റെ കൂടെ അഭിനയിച്ചപ്പോൾ അദ്ദേഹം എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു? ശ്രീനിയേട്ടൻ നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യും. ശ്രീനിയേട്ടന് ഭയങ്കര അഡ്ജസ്റ്റിംഗ് ആണ്. പക്ഷെ ഭയങ്കര സീരിയസ് ആയിട്ട് നിന്നോണ്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. തമാശ ഒന്നുമില്ല. തമാശ പറയും, പക്ഷെ അത് എനിക്കൊന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറയാറില്ല. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് മാറിപ്പോയിരുന്നിട്ടാണ് ശ്രീനിയേട്ടൻ പറയാറുള്ളത്. ടിപ്സ് ഒക്കെ പറയും, ഇങ്ങനെയൊക്കെ വേണം. അതെ, പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ട് എനിക്ക് പറഞ്ഞു തന്നു. എനിക്ക് ഇപ്പം അന്ന് ആദ്യത്തെ മൂവിയാണ്, അപ്പൊ എനിക്ക് ശരിക്കും അതിന്റെ ബേസിക്സ് വരെ അത്രയ്ക്ക് വശമില്ല. ഇപ്പം നമ്മള് ക്യാമറയിൽ നിന്ന് വൈഡായി പോവുക, അല്ലെ ആ ഒരു ലൈനിൽ നിന്ന് മാറി പോവുക, ഔട്ട് പോവുക, അതൊക്കെ പഠിപ്പിച്ചു തന്നെ ലൈറ്റ് ക്യാച്ച് ചെയ്യുന്നതൊക്കെ പഠിപ്പിച്ച ശ്രീനിയേട്ടനാണ്. ചെറിയ ഐഡിയാസ് ഉണ്ടെങ്കിലും നമ്മൾ അതിന്റെ മുന്നിൽ നിൽക്കുമ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ശ്രീനിയേട്ടൻ എനിക്ക് പറഞ്ഞു തന്നു, അത്രയും ദൂരേക്ക് പോവില്ല, ഇങ്ങോട്ട് നിന്നോളൂ. അങ്ങനെ നമ്മള് അനുഭവത്തിലൂടെ പഠിക്കുന്ന. അതെ അതെ അതെ. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിരുന്നപ്പോഴോ? മമ്മൂക്കയും സപ്പോർട്ടീവ് ആണ്. പിന്നെ എനിക്ക് മമ്മൂക്കയുടെ കൂടെ അധികം ഒരു എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ റോള് ഞാൻ ചെയ്തൊക്കെ മമ്മൂക്കയുടെ കൂടെ ആയിരുന്നെങ്കിലും ഞങ്ങളൊരു ശ്രിണ്ടയൊക്കെ ഉണ്ട്. ശ്രിണ്ടയായിരുന്നു മമ്മൂക്കയുടെ പെങ്ങളായിട്ട് മെയിൻ ക്യാരക്ടറിൽ വന്നത്. അപ്പൊ എനിക്ക് ഡയലോഗ്സ് ഒക്കെ ഉള്ളത് ഞാനങ്ങ് തട്ടി വിട്ടു. എന്തെങ്കിലും മമ്മൂക്ക ഒന്നും പറഞ്ഞൊന്നും ഇല്ല. അങ്ങനെ മമ്മൂക്കയ്ക്ക് വേണ്ട ചോറ് കൊടുക്കുന്ന സീനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നല്ല സപ്പോർട്ടീവായിട്ട് തന്നെയാണ് തോന്നിയത്. അവിടെ നമ്മളൊരു മമ്മൂട്ടിയായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു സ്ഥാപനത്തിന്റെ MD ആണ്. അങ്ങനെ ഒരു തോന്നൽ ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്കോ? മമ്മൂട്ടിക്ക് അങ്ങനെ മമ്മൂക്കയ്ക്ക് അറിയ പോലും ഉണ്ടായിരുന്നില്ല. അറിയില്ല തോന്നുന്നു, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനായിട്ട് സോ സിമ്പിൾ. അതാണ് ഞാൻ നോക്കുന്നത്. എന്റർപ്രൈസിംഗ് ഉള്ള ഒരു ലേഡി, ആർട്ടിസ്റ്റിന്റെ ഒരു വലിയ ഒരു ക്വാളിറ്റിയാണ്. മാത്രമല്ല, the film industry needs you very badly. Film industry is very lucky to receive you as an actress. പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ ഇന്നസെൻസ് അല്ലെ എന്റെ ട്രാൻസ്പെറൻസി ചിലപ്പോൾ എനിക്ക് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ചിലപ്പോ എന്നോട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോൾ അറിയാറുണ്ട്, നീ ഇത്രയും പാവാവല്ലേ, നീ കുറച്ച് ക്രുക്കഡ് ആണ്. പക്ഷെ എനിക്കത് അത് പറ്റുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി പോലും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ അവിടെ എന്റെ ഇന്നസെൻസ്, എന്റെ ട്രാൻസ്പെറൻസി, അതിൽ കൂടുതൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ ക്യാരക്ടർ അതാണ്. പേടിക്കാനില്ല, ഹസ്ബൻഡ് കൂടെ ഒപ്പം. നമുക്ക് ആ മീഡിയ വേണമെന്ന് പണ്ടേ ആഗ്രഹമുണ്ട്. അത് ഹസ്ബൻഡ് ഈസ് ഓൾസോ ഹെൽപ്പിംഗ്. പിന്നെ ആ മീഡിയ പേടിക്കേണ്ട കാര്യമില്ല, അല്ലെ? യു ക്യാൻ ഒരു വാറിയർ എന്നുള്ള നിലയ്ക്ക് ധൈര്യമായിട്ട് ഇൻഡസ്ട്രി കീഴടക്കാന്നുള്ളത്. 3 സിനിമയ്ക്കകത്ത് തന്നെ ഇത്രയും അനുഭവങ്ങൾ ഷീലുവിനുണ്ട്. ഇനി എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ സ്വപ്നങ്ങൾ, ആ പഴയ സ്വപ്നങ്ങളാണ് ഇവിടെ എത്തിച്ചത്. അപ്പൊ ഇനിയും സ്വപ്നങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ നല്ല നല്ല വേഷങ്ങൾ ചെയ്യണമെന്നും ഇവിടെ തന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3-4 വർഷം അത്ര ആഗ്രഹമുള്ളൂ. പോണെന്നാണോ? അത് കഴിഞ്ഞ് അങ്ങനെ എന്റെ ആഗ്രഹങ്ങൾ തീർന്നു. എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. അങ്ങനെയല്ല ഷീലു, ഒരു 3 വർഷത്തിനകത്ത് ഞാൻ തിരിച്ചു പോകുന്ന എന്തിനാ പറഞ്ഞത്? വൈ കാന്റ് യു സ്റ്റേ? അത് നമ്മൾക്ക് പറ്റണം എന്നില്ലല്ലോ. മീൻസ് ലേഡീസ് എനിക്ക് തോന്നുന്നു അധികം ഓപ്പർച്യൂണിറ്റീസ് ഒരു ഏജ് കടന്നാൽ പിന്നെ അപ്പോഴേക്കും പുതിയ തലമുറകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ന്യൂ ജനറേഷൻ മൾട്ടി ലാംഗ്വേജസിലൊക്കെ ഇപ്പൊ തമിഴിലൊക്കെ കെ ബാലചന്ദർ, ഇപ്പൊ അദ്ദേഹം ഇല്ല, ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒക്കെ പിൻഗാമികൾ ഒരുപാട് പേരുണ്ട്. ഒരു ബ്യൂട്ടി ഉള്ള ഒരാളെ എന്തായാലും ദ ക്യാമറ വിൽ ഗെറ്റ് സ്ട്രക്ക്. എത്ര ഘടകം തന്നെയാണ്. പക്ഷേ ബ്യൂട്ടി മാത്രം ഒരു ഘടകമാണ് മാത്രമല്ല, പക്ഷെ അത് വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫോർ ദ മീഡിയ. ഗ്ലാമർ ഒരു 90% ഗ്ലാമർ അത് തെളിയിച്ചത് മമ്മൂട്ടിയാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തുമാത്രം പ്രയാസപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ടാലന്റിനോടൊപ്പം തന്നെ എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട്. 90% media is glamorous because people they spend money to just see the beauty. അവിടെ നമ്മൾ ബ്യൂട്ടി ഇല്ലാത്ത ഒരാൾ അഭിനയിച്ച അവാർഡ് പടം ഒക്കെ കാണുന്നുണ്ട് നമ്മൾ. ഓക്കെ, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ഞാനൊക്കെ നോക്കുന്നത് അങ്ങനെയാണ്. ഞാനൊരു സിനിമയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഇപ്പൊ കാവ്യ മാധവന് ഒരു 50 rupees, ഓക്കെ, അടുത്തൊരു ബ്യൂട്ടിഫുൾ ഫേസ് ഉണ്ട്, അവർക്കൊരു 50 രൂപ, ഒരു 150 രൂപ മുടക്കിയാലും സിനിമ പ്രശ്നമില്ല എന്ന് തീരുമാനിച്ചു പോകുന്ന എന്നെ പോലെയുള്ള ഒരുപാട് പ്രേക്ഷകരാണ്. അവർക്ക് ബ്യൂട്ടി അതുകൊണ്ടാണ് നമ്മൾ ഹിന്ദി ഫിലിംസും തെലുങ്കും ഒക്കെ ഇവിടെ ഹിറ്റ് ആവുന്നത്. എല്ലാം നല്ല തമന്ന ധനുഷ് വലിയ ഗ്ലാമർ ഒന്നും ഇല്ലെങ്കിലും തമന്ന ധനുഷ് ടീം
ഒരു 50 രൂപ തമന്നയ്ക്കും 100 രൂപ ധനുഷിനും കൊടുത്താൽ പോലും 150 രൂപയ്ക്ക് സിനിമ ഓക്കെയാണ്. സിനിമ കാണാറുണ്ടോ? കാണാറുണ്ട്. എല്ലാ തരത്തിലുള്ള അല്ല, മലയാളത്തിനോടാണ് കൂടുതൽ താല്പര്യം. ഹിന്ദി കാണാറുണ്ട്. ഞങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാറുണ്ട് മുംബൈയിൽ. പിന്നെ മലയാളം മിക്കവാറും പടങ്ങൾ അവിടെ റിലീസ് ആവാറുണ്ട്. ഞങ്ങൾ സാറ്റർഡേ സൺഡേയിൽ പോയി കാണാറുണ്ട്. ഇൻഫർമേഷൻ ടു ദ പബ്ലിക്. ട്രാഫിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മാസം മുഴുവനും. ഇത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് റൂൾസിലുണ്ട്, അങ്ങനെ ചെയ്താൽ പെനാൽറ്റി ഉണ്ട്, ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ പറയുന്നത്, സത്യം. അതെ, പല വണ്ടി ഓടിക്കുന്ന എല്ലാവരും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അത്യാവശ്യമായിട്ടൊന്ന് റിവേഴ്സ് എടുക്കുമ്പോൾ അതിനെ സമ്മതിക്കാതെ പുറകിൽ നിന്നും വണ്ടി കൊണ്ടുവരിക, 2 വീലേഴ്സ് കൊണ്ടുവന്ന് ഇടയിൽ കൂടെ കെട്ടുക, നമ്മളെ ചീത്ത പറയുക, അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നൊക്കെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുക. റാഗിങ് എന്ന് പറയും. ഒരു റിവേഴ്സ് എടുത്തത് ഒരു വലിയ അപരാധമായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ മറ്റു വണ്ടികളും അത് ഓടിക്കുന്ന ഡ്രൈവേഴ്സും കൂടെ നമ്മളെ ഉപദ്രവിക്കുക. അത് എല്ലാവരും ചെയ്തിട്ടില്ലേ? ഒന്ന് മനസ്സിലാക്കണം. കാരണം ഈ റിവേഴ്സ് എടുക്കുന്ന ആൾക്ക് ബ്രഹ്മാവിനെ പോലെ 3 തലയൊന്നുമില്ല. അത് ഈ ഇങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് തിരിയും, ബാക്കിലോട്ട് തിരിയും. അയാളെ കൊണ്ട് എത്ര ശ്രദ്ധിച്ചായിരിക്കും ഒരാൾ റിവേഴ്സ് എടുക്കുന്നത്. നട്ടം തിരിയുന്ന അവസ്ഥയിൽ നമ്മള് അയാളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യുക. അതൊക്കെ ഒരു ഡീസൻസിയാണ്, ഡ്രൈവിംഗ് ഡീസൻസി. നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ, ഒന്ന് നിർത്തി കൊടുക്കുക സർ, പ്ലീസ്. എസ്പെഷ്യലി നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്ക് ഒക്കെ വരികയാണെങ്കിൽ ഒരാൾക്ക് കടന്നു പോകാൻ, ഒരു വണ്ടിക്ക് കടന്നു പോകാൻ സ്പേസ് ഉണ്ടെങ്കിൽ ഒന്ന് നിർത്തി കൊടുത്താൽ പുള്ളി അങ്ങ് പോകുമായിരുന്നല്ലോ. ഇത്രയും ക്യൂ പോയ ശേഷം നീ പോയാൽ മതി എന്ന് ഭാഷ പിടിക്കുന്നത് അതൊരു തരം പെർവേർഷനാണ്, ഒരു ഡീസൻസിയിലാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചും സ്ത്രീകളാണ് വണ്ടി ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ് ചേർത്ത് ഉരച്ച് അടുത്ത് നിർത്തി വണ്ടി പോകാൻ പറ്റാ. ഇതിനെന്ത് കിട്ടും സർ? ചെയ്യരുതേ സുഹൃത്തെ, എന്ത് കിട്ടും? ശ്രദ്ധിക്കുക. ഒരു ടോളറൻസ് നല്ലതാണ്. നമ്മൾ നമ്മുടെ കൂടെയുള്ളവർക്കും കൂടി വണ്ടി ഓടിക്കാൻ ഒരു സൗകര്യവും സമാധാനവും കൂടി കൊടുക്കുക. മനഃപൂർവ്വമായിരിക്കും. നിങ്ങൾ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഇപ്പൊ പോകണ്ടെന്ന് തീരുമാനിച്ച് പറഞ്ഞായിരിക്കും. അതിനകത്ത് ഇന്റൻഷണൽ ആയിട്ടൊരു ദുഷ്ടതയുണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു ഡീസന്റ് ഡ്രൈവിംഗിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെയുള്ളവർക്കും പോകണം, നമ്മളും പോകണം. ഇറിറ്റേറ്റ് ചെയ്യാണ്ട് വണ്ടി ഓടിക്കുക. റിവേഴ്സ് എടുക്കുന്ന ആൾക്ക് പ്രത്യേക പരിഗണന നൽകുക. ഇതൊക്കെ ഒരു ഡീസന്റ് ഡ്രൈവിംഗിന്റെ ഭാഗമാണ്. ശ്രദ്ധിക്കുക. ഷീലു എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത്? ഹൗ ഡു യു റേറ്റ് യുവർ ആക്ട്രസ് മലയാളം ഫിലിം ആസ് വെൽ ആസ് അതർ ലാംഗ്വേജസ്? എങ്ങനെ റേറ്റ് ചെയ്യുന്നു? നിങ്ങളെ തന്നെ? എന്നെ തന്നെ? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ ഞാൻ എപ്പോഴും അങ്ങനെ എനിക്ക് എല്ലാ മനുഷ്യരും എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായ ടാലൻസ്, അവരവരുടേതായ ഭംഗി എല്ലാം ഉള്ളവരാണ്. ഞാൻ എന്ന വ്യക്തിയാകാൻ മറ്റൊരാൾക്ക് കഴിയില്ല, മറ്റൊരാളാവാൻ മാഡമാവാൻ എനിക്കും കഴിയില്ല. ഒരിക്കലും പറ്റില്ല, ഇമിറ്റേഷൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. പിന്നെ നമ്മൾക്ക് പറയാൻ പറ്റും, ഓക്കെ ഇന്ന ആളെ കണ്ടാൽ ഇന്ന ആളെ പോലെ ഉണ്ട് എന്നൊരു സാമ്യത കൊടുക്കാൻ പറ്റും എന്നുള്ളതല്ലാണ്ട് എല്ലാവരും യൂണീക്കാണ്. അതെ, എല്ലാവരും യൂണീക്കാണ്. ഷീലു പക്ഷെ ഒരു മോറൽ ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരുപാട് സ്ത്രീകൾക്ക് മാതൃകയാണ്. അതായത് ഒരു വീട്ടമ്മയായി 2 കുട്ടികളുടെ അമ്മയായതിനു ശേഷം ഒരു MD സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അഭിനയിക്കാൻ ഇറങ്ങുന്നത്. അഗൈൻ ഐ കോട്ട് ദാറ്റ് MD because it's a very honorable post. അവിടെ നിന്നുകൊണ്ടാണ് സിനിമയിൽ വന്നത്. പക്ഷെ ഞാൻ ആരോടും പറയാറില്ല MD ആണ് ഞാൻ എന്നുള്ളത്. ഞാൻ ഇപ്പോഴും പറയുന്നത് അല്ല, അത് മറ്റു സ്ത്രീകൾക്ക് അതൊരു വലിയൊരു മാതൃകയാണ്. അവരുടെ ഭർത്താവിനോട് ചോദിക്കും, എനിക്ക് സൗന്ദര്യമുണ്ട്, ഐ വോണ്ട് ടു ഗോ ആൻഡ് ചിലപ്പോൾ പറയാത്തത് കൊണ്ട് അറിയാത്തവരും ഉണ്ടാവും. സത്യം. തീർച്ചയായും നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അറിയും? ഭർത്താവാണെങ്കിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ താര വിവാഹം കഴിക്കുന്ന സമയത്ത് താര എൻ്റെ അടുത്ത് പറഞ്ഞത് വേറൊന്നുമല്ല, because I was also glamorous at that time. Okay, presentable ആയിരുന്നു. എനിക്കറിയാം, ഞാൻ രണ്ടുപേരെയും ആരാധക ആയിരുന്നു. ഒത്തിരി ടെലിവിഷനിലും സ്ക്രീനിലും എൻ്റെ അടുത്ത് താര ഒരു കാര്യം പറഞ്ഞു, ഒരിക്കലും എനിക്ക് എൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഓൺ സ്റ്റേജ് എനിക്ക് വിടാൻ പറ്റത്തില്ല. രാജ ഒരു വലിയ ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. ആളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് നോട്ട് നെവർ ചേഞ്ച്. ഇന്നേ വരെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. നമ്മുടെ വ്യക്തിത്വമാണത്. നമ്മൾ ആയുഷ്കാലം ചെലവാക്കിയിട്ട് ഒരു കല്യാണം കഴിയുന്നതോടുകൂടി നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഇങ്ങനെ ഒഴിച്ചുകൂടേണ്ട കാര്യം. എൻ്റെ മകൾ വരെ ഷീ ഈസ് ഡൂയിങ് ഹർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ മോഹിനിയാട്ടം, RLV കോളേജ്. സോ നമുക്കതൊരു പ്രിവിലേജ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതിന് നിങ്ങളുടെ ഹസ്ബൻഡിനെ നമ്മൾ പ്രകീർത്തിക്കാതെ അപ്ലോഡ് ഹിം അല്ലേ? അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടാകും. കണ്ടുപഠിച്ചോളൂ. വീട്ടമ്മമാർക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഭർത്താവിനോട് പോയി ധൈര്യമായി പറയാം. പക്ഷേ ഈ വീട്ടമ്മമാര് പലരും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആഗ്രഹങ്ങൾ അടക്കി വെച്ചിരിക്കണവരാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവരും കുറച്ച് വർഷങ്ങൾ കുട്ടികളൊക്കെ ഒന്ന് ഇച്ചിരി വലുതായി കഴിയുമ്പോൾ ഈ വീട്ടിലൊക്കെ ഇരുന്ന് മടുത്തവന് വീട്ടമ്മയായിട്ടിരിക്കുന്നവര്, അവർക്കൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്.
വേണം. അതുകൂടെ വാട്ടെവർ അവർക്കുള്ള സൗന്ദര്യത്തിന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാൻ സിനിമ അല്ലെങ്കിൽ പറ്റുന്ന വേറെ എന്തെങ്കിലും മേഖല വേറെ എന്തെങ്കിലും മേഖലകളിൽ ഇറങ്ങാൻ പറ്റും. സിനിമ മാത്രമല്ലല്ലോ. പിന്നെ പലപ്പോഴും ഈ സ്ത്രീകൾ പറയാതിരിക്കുന്നത് ഒരു വലിയ വിഷയമാണ്. ഭർത്താക്കന്മാർ സമ്മതിക്കില്ല എന്നുള്ളത് വേറെ വിഷയം. അതെ. ഒന്നും പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണമല്ലോ അല്ലേ? നമ്മുടെ ആഗ്രഹമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു വാല്യൂ കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എല്ലാവരും കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും അത് തന്നെയാണ് സത്യം. വളരെ ഹോബീസ് ഇതൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞ. TV കാണുക, പിന്നെ പാട്ട് പാടുമോ? ഇല്ല, പാട്ട് ആസ്വദിക്കും ഭയങ്കരമായിട്ട്. കഥാപ്രസംഗത്തിലൊക്കെ പാട്ട് പാടാൻ പറ്റുമോ? ഇല്ല, അന്ന് പാടുമായിരുന്നു. ടാക്സിയിൽ ഒരു പാട്ട് പാടും ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. പാട്ട് എനിക്ക് ഞാൻ പാടി ശരിയാവില്ല, പ്രേക്ഷകരോട്. ഇവിടെ ഞങ്ങൾ ആരും വലിയ ഗാനഗന്ധർവനോ ചിത്രയോ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പാട്ട് പാടാൻ ഷീലു എന്ന ഗായിക കഥാപ്രസംഗമൊക്കെ പണ്ട് പാടിയിട്ടുണ്ട് അല്ലേ? കവിതയോ പാട്ടോ ഏതെങ്കിലും 2 വരി. കഥാപ്രസംഗം അല്ല, അത് ഓർമ്മയില്ലെങ്കിൽ ഏതെങ്കിലും ഞാൻ ഓർത്തെടുക്കണം, ഞാൻ മറന്നുപോയത്. എന്തായാലും ഷീലു ഒരുപാട് നേരം നിങ്ങളോട് നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനി നമുക്കൊരു പാട്ട് കേൾക്കണം. ചായ കുടിച്ചുകൊണ്ട് പുലർകാലം നമുക്ക് സാധാരണ ഷോർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സാധനം പുലർക്കാലത്തിലില്ല. ബ്രേക്ക് ഇല്ലാതെ ചായ കുടിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു നല്ല പാട്ട് പാടിത്തരിക. അത് കേട്ടുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ പുലർകാലം വൈൻഡപ്പ് ചെയ്യും. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് ഷീലു? ഒരു പഴയ പാട്ടിലേക്ക് പോകാം നമുക്ക്. പഴയ പാട്ട്. ഓൾഡ് ഇസ് ഗോൾഡ് അല്ലേ? അങ്ങനെ ഷീലു ഓൾഡൊന്നും അല്ലെങ്കിലും പാട്ട് ഓൾഡ് ആവട്ടെ. കഥാപ്രസംഗം അവതരിപ്പിക്കത്തില്ല എന്ന് ഉറപ്പാണ്. കഥാപ്രസംഗം കിട്ടുന്നില്ല പെട്ടെന്ന്. അത് അടുത്തൊരു ഇന്റർവ്യൂവിൽ അതൊക്കെ പഠിച്ചിട്ട് ഓർത്തെടുത്ത് പഠിച്ചിട്ട് നായികയായിട്ട് വരുമ്പോ അതായിരിക്കണമല്ലോ നമ്മുടെ ലക്ഷ്യം അല്ലേ? നായികയായിട്ടൊക്കെ അഭിനയിച്ചിട്ട് പ്രൊമോഷന് വരുമ്പോഴത്തേക്ക് ഷീലു എല്ലാം സമ്മതിച്ചു. സോ സ്വീറ്റ് ഓഫ് ഷീലു. അല്ല, ഒരു മനുഷ്യനെ നമ്മുടെ സ്വപ്നങ്ങൾ, അതിനോട് കൺവിക്ഷൻ എന്ന് പറയും, അതിനുള്ള വിശ്വാസം, അത് തന്നെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് നയിക്കുന്നതെന്ന് തോന്നുന്നു. അത് വേണ്ടുവോളം ഷീലുവിനുണ്ട് കേട്ടോ. അത് എങ്ങനെ കിട്ടുന്ന ശരിക്കും ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് തന്നെയാണ്. ഒരിക്കലും നമ്മൾക്ക് ഒരു സപ്പോർട്ട് ഇല്ലാണ്ട്, ഒരു ബാക്ക് ബോൺ അതില്ലാണ്ട് ഒരിക്കലും ഒരിടത്തേക്കും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ ഒരു ലെവൽ വരെ എത്താൻ പറ്റും, പക്ഷെ എങ്കിലും നമ്മൾക്കൊരു സപ്പോർട്ട് വേണ്ടേ? ആ ഒരു സപ്പോർട്ട്, അത് അവിടുന്ന് നമ്മൾക്ക് നെഗറ്റീവ് തരുന്ന ഒരാളാണെങ്കിൽ നമ്മൾക്ക് ഒരിടത്തും എത്താൻ പറ്റില്ല. പോസിറ്റീവ്സ് തരണം. എനിക്ക് എൻ്റെ നേച്ചർ തന്നെ അതാണ്. ഞാൻ പെട്ടെന്ന് നെഗറ്റീവിലേക്ക് പോകുന്ന ഒരാളാണ്. ചെറിയ കാര്യം കൊണ്ട് വിഷമിക്കുന്ന കുഞ്ഞു ചെറിയ ആരെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒന്ന് മുഖം കറുപ്പിച്ചാൽ എൻ്റെ മുഖം, അയ്യോ എന്താണത്, എൻ്റെ തെറ്റാണോ അത്? അപ്പം ഞാൻ പെട്ടെന്ന് എന്നെയാണ് അവിടെ കുറ്റപ്പെടുത്തുന്നത്. വേറൊരാളുടെ മുഖം മാറിയാൽ ഞാൻ എന്നെ കുറ്റപ്പെടുത്തും. അതെ, അപ്പം അതിനെ നമ്മൾക്ക് ഓവർകം ചെയ്യണമെങ്കിൽ അവിടുന്ന് ഒരു പോസിറ്റീവ് സപ്പോർട്ട് വേണം. അതില്ലെങ്കിൽ നമുക്ക് ഒരിടത്തും എത്താൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പേരെന്താ? എബ്രഹാം അച്ചായൻ. സൂപ്പറാണ് കേട്ടോ. ഒരു ഭാര്യ ഇത്രയേറെ ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ ഇത്ര പറയണമെങ്കിൽ അതിൽ എത്രമാത്രം ആത്മാർത്ഥത ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നാൽ നമുക്ക് അച്ചായന് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഏത് പാട്ടാ? കദളി ചെങ്കദളി. ഓക്കെ, അത് പാടി നമ്മൾ ഞങ്ങളിതൊരു കൂട്ടപ്പാട്ടാക്കാം. കോറസ് റെഡി? കദളി ചെങ്കദളി പൊങ്കദളി പൂവേണോ, കവിളിൽ പൂമരമുള്ളൊരു പൊൻപൂവേണോ പൂക്കാരാ. കദളി ചെങ്കദളി പൂങ്കദളി പൂവേണോ, കവിളിൽ പൂമരമുള്ളൊരു പൊൻപൂവേണോ പൂക്കാരാ. ഒറ്റയ്ക്ക് പാടായിരുന്നു. ഞാനില്ലാതെ തന്നെ പാടായിരുന്നു. അതിനുള്ള ഒരു ധൈര്യമില്ല, ഈ പറഞ്ഞ സപ്പോർട്ട്. ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെ സപ്പോർട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇത്രയും സംസാരിക്കുന്നതിന് പിന്നിൽ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം എന്നെ തന്നെ ഈ ചെയറിൽ ഇരുത്തിയിട്ട് ഇപ്പം ക്യാമറയുടെ ഇരുന്ന് ഇത്രയും പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഇവിടുന്ന് കിട്ടിയ ഈ 2 സ്ഥലത്തുനിന്നും കിട്ടിയ സപ്പോർട്ട് അത് വലുതാണ്. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനേ പക്ഷെ ഇങ്ങനെ അധികമായിട്ട് പോയി പ്രാർത്ഥിക്കാറോ അങ്ങനെ ഒന്നുമില്ല. നമ്മളെങ്ങനെ നമ്മുടെ മനസ്സ് നന്നായാൽ ദൈവമേ എന്നൊന്ന് കിടക്കുന്നതിന് മുൻപ് വിളിച്ചാൽ മതി. നമ്മളുടെ പ്രവൃത്തി, നമ്മൾ മറ്റുള്ളവരെ പറ്റി മറ്റുള്ളവർ നന്നാവണമെന്ന് ചിന്തിക്കുക, അത്രയും മതി നമ്മൾക്ക്. അല്ലാണ്ട് നമ്മൾ എപ്പോഴും പള്ളിയിൽ പോയി നിന്നിട്ട് ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞു നമ്മുടെ മനസ്സ് നല്ലതല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ഒന്നും നേടാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പുലർകാലത്തിൽ വരുന്ന ഓരോ ഗസ്റ്റും ഓരോ നല്ല കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ചെറിയ എക്സ്പീരിയൻസോ വലിയ എക്സ്പീരിയൻസോ, ചെറിയ ആൾക്കാരോ പ്രായത്തിൽ, അല്ലാതെ വ്യക്തിത്വത്തിലല്ല ഞാൻ പറയുന്നത്, ചെറിയ ആൾക്കാർ പ്രായത്തിൽ, ചെറിയ ആൾക്കാർ വലിയ ആൾക്കാരെന്നല്ല,
ഓരോരുത്തരും ഓരോ മഹത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതൊക്കെ ഞങ്ങൾ വാല്യൂ ചെയ്യുന്നുണ്ട്, അതൊക്കെ പ്രേക്ഷകരിൽ എത്തുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഈ പുലർകാലം കാണാൻ പുലർകാലത്തിൽ ആൾക്കാർ കയറിയിരിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷം ഷീലു ഞങ്ങളോടൊപ്പം ഈ വാല്യുബിൾ ടൈം, ക്വാളിറ്റി ടൈം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്. ഷീലു, ഇനിയും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ, കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ, അവസരങ്ങൾ തേടിയെത്തട്ടെ. നിങ്ങളുടെ ട്രാൻസ്പെറൻസിയും നിങ്ങളുടെ ഇന്നസെൻസും നിങ്ങളുടെ ലൈഫിൽ ത്രൂ ഔട്ടായിട്ട് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇരിക്കട്ടെ. Your beauty is your passport. അത് നല്ലപോലെ ആൻഡ് യുവർ ക്യാരക്ടർ ഈസ് അനദർ പാസ്പോർട്ട് ടു യു, പ്ലസ് പോയിന്റ് ടു യു. സോ ഗോഡ് ബ്ലെസ്. അപ്പോൾ ഇനി ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകരോട് പ്രത്യേകം നന്ദി, ഇത്രയും സമയം എന്നെ സഹിച്ചതിന്. പുലർക്കാലത്തിന്റെ ക്ലൈമാക്സിലോട്ട് നമ്മൾ എത്തുകയാണ്. ഇന്നത്തെ സെൽഫി ഓഫ് ദി ഡേ. കൺഗ്രാറ്റുലേഷൻസ്. അല്ലേ ജീവൻ ടി വി നൽകുന്നത് ടീഷർട്ടാണ് നിങ്ങളുടെ ഈ സെലക്ഷനിലൂടെ കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എപ്പിസോഡിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് തരാം. ഇന്നത്തെ ഗസ്റ്റ് വളരെ സൗന്ദര്യമുള്ളൊരു ഗസ്റ്റ് ആയിരുന്നു. മലയാള സിനിമയ്ക്ക് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒരു ഇത്തരത്തിലുള്ള ബോൾഡായിട്ടുള്ള ലേഡീസ് മലയാളത്തിൽ അഭിനയിക്കാൻ വരികയാണെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒട്ടനവധി മാറ്റം ഉണ്ടാകും. അത് തീർച്ചയാണ്. അവരിപ്പോൾ അഭിനയിച്ച ഒരു സിനിമ ഇപ്പോൾ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയ സുഹൃത്താണ് അതിൻ്റെ സംവിധായകൻ സജി സുരേന്ദ്രൻ. കൃഷ്ണ പൂജപ്പുര അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റാണ്. ഇപ്പൊ തന്നെ ഏകദേശം അഭിനയിച്ച സിനിമയുടെ പേരെന്താണ്? വളരെ സിമ്പിളാണ്. ഇനി നോ മോർ ക്ലൂസ്. ശരി ഉത്തരം ഞങ്ങൾ എഴുതി അറിയിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഗ്രീറ്റിംഗ്സ്, സെൽഫി ഒക്കെ ഞങ്ങൾക്ക് എങ്ങനെയാണ് തരാം ഗ്രീറ്റിംഗ്സ് അയക്കുന്നത്? ഒരുപാട് പേര് ചോദിക്കുന്നത്. ഞങ്ങൾ സെൽഫി അയക്കാം, പക്ഷെ എന്റെ ഗ്രീറ്റിംഗ്സ് എങ്ങനെ അയക്കണം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. വിഷസ് ആണ് ഗ്രീറ്റിംഗ്സ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് വിഷസ് ആണ്. നിങ്ങൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് വേറൊരാളെ നിങ്ങൾക്ക് വിഷ് ചെയ്യണമെങ്കിൽ അത് ഹാപ്പി ബർത്ത്ഡേ ആവാം, ആനിവേഴ്സറി ആവാം, സീസണൽ ഗ്രീറ്റിംഗ്സ് ആവാം, അനുമോദനമാവാം. അതൊക്കെ നിങ്ങൾക്ക് വിഷ് ചെയ്യണമെങ്കിൽ ഞങ്ങളിലൂടെ നിങ്ങൾക്കത് വിഷ് ചെയ്യാം. പുലർകാലത്തിലേക്ക് അയച്ചു തരാം. നിങ്ങളുടെ ഫോട്ടോസും വിഷസ് ഞങ്ങൾ ഇതിലൂടെ പ്രസന്റ് ചെയ്യാം. അല്ല, നമുക്കൊരു സന്തോഷമാണ് അങ്ങനെ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും. സ്റ്റാർട്ട് ടേക്കിംഗ് എ സെൽഫി, സെൻഡ് ടു us. പുലർക്കാലം നാളെ രാവിലെ 7:30 മണിക്ക്. ടിൽ ദെൻ ബൈ.